കാണിക്കണേ? മനുഷ്യന്മാരെ തിന്നണ പൊടിക്കാത്താണോ കൈയിട്ട് ഇളക്കുന്നേ? വൃത്തികെട്ട ജന്തു. കലമോന്തിട്ട് പിടപ്പിക്കാതെ കുളിക്കുകയില്ല, പല്ലിയിക്കില്ല, കഴുകയില്ലാത്ത നീയാണോ എന്നെ വൃത്തി പഠിപ്പിക്കുന്നത്? 1.5 കിലോ അല്ലേ കൊണ്ടുവന്നിരിക്കുന്നത്? എടുത്തോണ്ട് പോ. അയ്യോ, ഈ പൊടി എന്താ ഇങ്ങനെ ചോന്നിരിക്കുന്നേ? എന്താടാ? മുളക് പൊടിക്കുന്നതിനകത്ത് അരി ഇട്ടതാ. എന്തേ? അയ്യേ, അച്ഛനീ മൂല കുട്ടി വെച്ചു എന്ത് പാടായി കാണിക്കുന്നു. ഇവിടെ ആരും ഇല്ലേ? അല്ല, ഈ പേപ്പട്ടി നായരുടെ വീട് ഇതാണോ എന്ന് ചോദിക്കായിരുന്നേ. അത് നിന്റെ അമ്മയുടെ നായയുടെ പേരായിരിക്കും. ക്ഷമിക്കണം, ചേട്ടനായിരുന്നു. ഈ 3 ഫേസ് ലൈൻ എവിടെ കിട്ടും ചോദിച്ചപ്പോ അത് നമ്മുടെ പേപ്പട്ടി നായരുടെ വീട്ടിൽ കിട്ടുമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. അതെ, കേട്ടത് മുഴുവൻ താമെന്ന് ചോദിക്കൂ. അല്ല, കേട്ടത് മുഴുവൻ ചോദിച്ചാ എന്റെ ടങ്കീത്ത് പൊട്ടുമെന്ന് എനിക്കറിയാം. അയ്യോ, ഇതിനെവിടുന്ന് പിടിച്ചു? വനത്തിന് പിടിച്ചതാ. അപൂർവനാ. അതെ, തനിക്കിപ്പോ എന്താ വേണ്ടേ? സപ്ലൈ വേണം. പുലിക്കോട്ടെ വാലിബൻ സ്കോ ഞാനല്ലേ കൊണ്ടുവന്നിരിക്കുന്നത്. ഓ, അന്ന് കാശുറപ്പിക്കാൻ വന്നവന്റെ കുഞ്ഞച്ചനായിരിക്കും. വല്യച്ഛനാ. 100-150. നിനക്ക് സ്റ്റൈൽ ഇത്തിരി കൂടുതലാ. അയ്യോ, ഇത് വെറും സ്റ്റൈലാ, ഉള്ളു തൊണ്ട. നീ എന്നെ പേപ്പട്ടി നായരെന്ന് വിളിച്ചോനല്ലോ. അത് ഞാൻ വിളിച്ചല്ലോ. അതെ, ഇവിടുന്ന് ഒറ്റ രൂപ കുറയ്ക്കത്തില്ല. ഇവിടുന്ന് 3 ഫേസ് വിലയിൽ 150 രൂപ രൊക്കം വെക്കണം. അപ്പൊ കുറയ്ക്കൂല? 1 രൂപ കുറയ്ക്കില്ല. എന്നാ 149 ആക്ക്. ചില്ലി പൈസ കുറയ്ക്കില്ല. നായരേ, നായർ സാബ്. എന്നാവിടെ ചുട്ടവിടെ ദുഡ്ഡുക്ക് ചുട്ടയടി രാജക്ക് ലൈൻ കൊടു. അല്പം തള്ളി നിന്നുകൊണ്ട് എല്ലാവരും ചില്ലറ തരിക. കടന്നു വരും ചേട്ടാ, കടന്നു വരും ചേച്ചി. വെറും 3 രൂപ. ബാൽക്കണി ഇല്ല, ഫസ്റ്റ് ക്ലാസ് ഇല്ല, ബെഞ്ചില്ല. എല്ലാവരും തറകൾക്ക് തറ മാത്രം. എന്നാ சொன்னே? இந்த ஊர் പൊന്മക്കൾക്ക് പൊൻതറ. മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ഊഞ്ചി മിഠായി. അയ്യോ, നായരെ പുലിവാലാക്കിയോ? നായര് കറണ്ട് ചാർജ് കൂട്ടി. ഇന്നു മുതൽ രൂപ 200. അയ്യോ നായരെ, നായര് ചത്തിട്ടാണെങ്കിലും എന്റെ കറണ്ട് കിട്ടണമെങ്കിൽ രൂപ 200 റൊക്കം, നോ കടം. അടുത്ത് വേറെ 3 ഫേസ് സൗകര്യം ഇല്ലാത്ത കുത്തായാക്ക്. ആരെടാ ഞാൻ? അല്ല, കുത്തിയ 3 ഫേസിന് നല്ല വോൾട്ടേജ് ആണെന്ന് പറയായിരുന്നു. അല്ലെങ്കിൽ എന്റെ നല്ല വോൾട്ടേജാ. ഈ വോൾട്ടേജ് സിനിമ കളിക്കണേലേ കാശ് കൂടുതൽ തരണം. നല്ല വരുമാനമല്ലേ? കൊടുത്തേച്ചങ്ങ് കളിച്ചേച്ചാ മതി. ഓഹോ, നായർ സാബ്. ഇന്നാപിടി ചുട്ടപിടി ദുഡ്ഡുക്ക് ചുട്ടയടി 300. 200-ന് 300. മൂല വെട്ടി കാശിങ്ങനെ പോ. എടാ നീ പോടാ. ഞാൻ പറയുന്നു പോയി. എന്താ പേര്? പുഷ്പം. ഞാൻ എത്ര മലഞ്ചെരുവുകളിൽ ഷോ നടത്തിയിരിക്കുന്നു, എത്ര സപ്ലൈ എടുത്തിരിക്കുന്നു. ഇത്രയും പുഷ്ടിമയുള്ളൊരു പേര് പുഷ്പം. പുഷ്പത്തിന് ആങ്ങളമാരൊന്നും ഇല്ലല്ലോ. ഞങ്ങള് 4 പെണ്ണുങ്ങളാ. മൂത്ത വെച്ച കറൂറ്റി കെട്ടിച്ചു. അതിന്റെ ഇളയത് ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയി. നേരെ മൂത്ത തങ്കമണി ഇവിടെ കറണ്ട് സപ്ലൈ ചെയ്യാൻ വന്നൊരു ലൈമാന്റെ കൂടെ ഒരു സഹായത്തിന് പോയിരിക്കാം. എല്ലാം ഈ അച്ഛന്റെ മൂലവട്ടി കാരണം. നല്ല ബെസ്റ്റ് ഫാമിലി. എന്തോ? അല്ല, ഇനി കൊനയില് ബാക്കിയൊന്നും ഇല്ലല്ലോ. ഞാൻ ഏറ്റവും ഇളയത്. ഓ, കൊട്ടകൂടമ രാജന്റെ ശ്രദ്ധയ്ക്ക് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണേ. അതുകൊണ്ട് എത്രയും വേഗം സപ്ലൈ കുത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇനിയിപ്പോ ഈ നിൽക്കുന്ന പുഷ്പത്തെയും സപ്ലൈ കുത്താമെന്ന സ്റ്റൈൽ രാജ എന്നെ കൊണ്ടുപോണ്ടി വരുവോ? ബൈ. BOY ബൈ. കൊച്ചു കള്ളി.